ഗൈസ് 1992 നാളെ തീർക്കുന്ന സിനിമയിലൂടെ കോളിവുഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പയ്യൻ. ആൻഡ് ആഫ്റ്റർ ദ മൂവീസ് റിലീസ് പുള്ളിക്കാരനെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഒരു മാഗസീനിലൊക്കെ പുള്ളിക്കാരൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് വേണോ? ഈ കോളിവുഡിൽ ഇങ്ങനത്തെ മുഖങ്ങളൊക്കെ വേണോ? ഇത് ഒന്നിനും കൊള്ളാത്ത മുഖം, ഓൾമോസ്റ്റ് ലൈക്ക് എ റേസിസ്റ്റ്. ഹി വാസ് ബീങ് ബാക്ക്ലാഷ്ഡ് ആൻഡ് ക്രിട്ടിസൈസ്ഡ് എ ലോട്ട്. ആൻഡ് ഫാസ്റ്റ് ഫോർവേഡ് ടു 2026, he is the future of Tamil Nadu. He is the CM of Tamil Nadu, Chief Minister, and his name is C. Joseph Vijayanam Nar. യെസ് ഗൈസ്. സോ പുള്ളിക്കാരൻ്റെ ഒരു പടം, അതായത് ലാസ്റ്റ് പടം എന്ന് പുള്ളിക്കാരൻ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു പടം ജനനായകൻ ജാനുവരി 9, 2026 റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. ഡ്യൂ ടു സം പൊളിറ്റിക്കൽ തിങ്സ്, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്, ദ മൂവി വാസ് നോട്ട് റിലീസ്ഡ്. ബട്ട് മീൻ വൈൽ ആ മൂവി റിലീസ് ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളിക്കാരൻ്റെ ആ പടം ലീക്കായി എന്ന് പറയുമ്പോൾ HD പ്രിൻ്റ് ലീക്കായി ഗൈസ്. ആൻഡ് ദ സ്റ്റാറ്റ് സേസ് 1.5 കോടി ജനങ്ങൾ അത് കണ്ടു. 1.5 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ് പോപ്പുലേഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ എ ലോങ് വെയിറ്റ്, ജൂലൈ 23, 2026 പടം ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന ഒരു പടമായിട്ടും 50 crores പ്ലസ് വേൾഡ് വൈഡ് ക്രോസ് ആയിരിക്കുന്നു. It's for the one man's name. So and we are going to witness that. But അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കിപ്പോൾ ടിക്കറ്റ് ഇല്ല കയ്യിൽ. യെസ് ഗൈസ്, വിജയ് പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഗൈസ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിജയ് പടം കണ്ടില്ലെങ്കിൽ എനിക്ക് പറ്റൂല ഗൈസ്. എനിക്കത് കണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായി പോയി ഗൈസ്. ഞാൻ എവിടെ പോയി ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അത് ചോദിക്കുകയും ചെയ്യാം, പക്ഷേ എനിക്കെങ്ങനെ ടിക്കറ്റ് ഒപ്പിക്കണം ഗൈസ്. സോ അതിനായിട്ടുള്ള ഇതിലാണ് ഞാൻ. പിന്നെ ഹൈപ്പ് കൂട്ടാനായിട്ട് വിജയ് പടമല്ലേ, സോ ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൽ പോയാൽ ശരിയല്ലല്ലോ. സോ യെസ് ഗൈസ്, വൺ ലാസ്റ്റ് ടൈം തളപതി എല്ലാം ഉണ്ട് ഗൈസ്. കുറേ പടം വെച്ച് ഫോട്ടോസും ഉണ്ട്. യെസ്, ഞാൻ എൻ്റെ ഉള്ളിൽ മാക്സിമം ഹൈപ്ഡാണ്. ഇനി എനിക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. സോ അതിനുള്ള ആരെങ്കിലും ടിക്കറ്റ് ഉണ്ടോ? തരോ അറിഞ്ഞൂടാ, നോക്കാം, ഒപ്പിക്കാം ഗൈസ്. എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, ടിക്കറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കാം. ഞാൻ ടിക്കറ്റ് കണ്ടുപിടിക്കാൻ പോട്ടെ ഗൈസ്. സമയത 1:29, രാത്രി 1:29 ഗൈസ്. 6 മണിക്കാണ് പടം തുടങ്ങാൻ പോണത്. സോ ഇത് എനിക്ക് എവിടെ നിന്ന് എടുക്കണമെന്ന് അറിഞ്ഞൂടാ ടിക്കറ്റ്. നമ്മളുള്ള കോണ്ടാക്ട്സ് വെച്ചൊന്ന് നോക്കാം. മേ ബി വി ആർ ലക്കി ടു ഗെറ്റ് സം ടിക്കറ്റ്സ്. ഫസ്റ്റ് ഓരോ തിയേറ്ററിലായിട്ട് നോക്കാം. ഗൈസ്, നമ്മളിതാ ആദ്യമായിട്ട് കലാഭവൻ തിയേറ്ററിൽ വന്നേക്കാണ്. ഇവിടെ ഫാൻസിൻ്റെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ നോ ഗൈസ്, ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. എൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് 5 മണി 4 മണിക്കൊക്കെയാണ് പരിപാടി തുടങ്ങാൻ പോണത്. സോ ബട്ട് ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ഇതൊക്കെ കണ്ട് എങ്ങനെ ഹൈപ്പാവാതിരിക്കും ഗൈസ്. ടോട്ടലി ഹൈപ്ഡ് ഗൈസ്. യെസ്, പടം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിറ്റ്നസ് ചെയ്താൽ മതി. അതാണല്ലോ നമ്മുടെ ചാലഞ്ച്. യെസ് ഗൈസ്, ഞാനപ്പം ഇവിടെ ടിക്കറ്റ് തിരക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ആരോപൻ. ചേട്ടാ ഇവിടെ ഏത് കമ്മിറ്റിയുടെ? ഞാൻ തളപതി മക്കളെയൊക്കെ വരുന്നു. ഇപ്പം തളപതി വെട്ടിക്കഴിഞ്ഞു. ഓക്കെ, പുള്ളിക്കാരൻ ഇവിടെ കമ്മിറ്റിയുടെ മെമ്പറാണ്. TVKയുടെ കമ്മിറ്റിയാണ്. ഓക്കെ, TVKയുടെ തന്നെയാണ് ഗൈസ്. സോ ചേട്ടാ, ഒരു ലീക്കായ പടം ഇത്ര ഹൈപ്പോടെ, അതായത് പ്രീ സെയിൽസ് 50 കോടിയായി.
പ്ലസ് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ചേട്ടാ എങ്ങനെയാണ് അത് കാണുന്നത് സംഭവം? അണ്ണൻ്റെ പടമാണ്, ദളപതിയുടെ പടമാണ്. നമ്മൾ ഇപ്പം എത്ര വീക്കെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ അണ്ണൻ്റെ പടം തിയേറ്ററിൽ വന്നേ കാണത്തുള്ളൂ. അത്രയ്ക്ക് നമ്മൾ കൊച്ചുനാൾ മുതലേ കണ്ടു കാണുന്ന മുഖമാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തുള്ളു എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ കണ്ടത്. അന്നോട്ട് തുടങ്ങിയ ഇഷ്ടമാണ് അണ്ണൻ്റെ അടുത്ത്, ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ വേട്ടക്കാരനൊക്കെ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഭയങ്കര നല്ല ഫാനായി. പിന്നെ അതുപോലെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി. യെസ് ഗൈസ്, ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ഹൈപ്പായി ഗൈസ്. ഇതേപോലത്തെ ഫാൻസിനെ കാണുമ്പോഴാണ് നമുക്ക് രക്തം തിളയ്ക്കുന്നത്. സോ യെസ്, വെയിറ്റിംഗ് ഫോർ ദ മൂവി. ടിക്കറ്റ് എങ്ങനെയും കിട്ടും? പുള്ളിക്കാരനത് ഞാൻ ചോദിക്കുന്നുണ്ട് ടിക്കറ്റിന്റെ കാര്യം. യെസ്. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് തിയേറ്ററാണ് ഇതാ, അജന്ത തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. നിയർ ടു പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. സോ ഇവിടെ ടിക്കറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ. ഒരു സെക്യൂരിറ്റി ചേട്ടൻ മാത്രമുണ്ട്, ഞാൻ ചോദിക്കാം. ചേട്ടാ, ഇവിടെ നാളെ ഫാൻ ഷോയ്ക്കുള്ള ടിക്കറ്റ് എങ്ങനെയാണ്? ഓൺലൈനിലോ? ഇവിടെ കാണുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന, അറിഞ്ഞൂടാ എനിക്ക്. ഓ ഗൈസ്, ചേട്ടൻ പറയുന്നത് ഇവിടെ ടിക്കറ്റ് ഫാൻസിൻ്റെയിലാണ് എന്നാണ് പറയുന്നത്. സോ ഞാൻ എൻ്റെ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നേരത്തെ കണ്ട പുള്ളിക്കാരൻ്റെ ഒരു ടിക്കറ്റ് അങ്ങനെ ഇല്ലായിരുന്നു ആ തിയേറ്ററിൽ, കലാഭവൻ തിയേറ്ററിൽ. സോ ഇപ്പോൾ ഈ ചേട്ടനും പറയുന്നത് യെസ് ഗൈസ്, നമുക്ക് കിട്ടും. നമ്മൾ എല്ലാ ചാലഞ്ചസ് അങ്ങനെയല്ലേ തീർത്തിട്ടുള്ളത്. ഇപ്പം അജന്ത തിയേറ്ററിലും നോ ഹോപ്പ് ഫാൻസിൻ്റെയിലാണ് ടിക്കറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് തിയേറ്ററിൽ പോയി നോക്കാം. യെസ്. സോ ഗൈസ്, ഞാൻ നെക്സ്റ്റ് ന്യൂ തിയേറ്ററിലോട്ട് ടിക്കറ്റ് അന്വേഷിച്ച് വന്നപ്പോൾ കുറച്ച് ഒരു പുള്ളിക്കാരനെ കണ്ടുമുട്ടി. സോ ചേട്ടാ, പേരെന്താ? என் பேர் ராஜேஷ். രാജേഷ്, എവിടെ നിന്നാ വരുന്നത്? நான் கன்னியாகுமரி நாகர்கோவில். ഗൈസ്, തമിഴ്നാട് ഇരുന്ന് ട്രിവാൻഡ്രത്തിലോട്ട് പടം കാണാനായിട്ട്, അതായത് അവിടെ 9 മണിക്കാണ് റിലീസ്, ഇവിടെ 6 മണിക്കാണ് റിലീസ്. സോ അങ്ങനെ ഇത്രയും ക്രൈസ് ഉള്ള ഒരു ഫാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ചേട്ടാ, ഒരു ലീക്കായ പടം, ഓക്കെ, ലീക്കായി 1.5 കോടി ജനങ്ങൾ കണ്ടു. அப்படி ஒரு படத்தை இங்க ரிலீஸ் பண்ணி இங்க ப்ரீ சேல்ஸ் 50 crores வேர்ல்ட் வைடு தாண்டியாச்சு. என்ன சொல்ல இருக்கு உங்களுக்கு? விஜய் அண்ணா. விஜய் அண்ணா உங்க சிஎம் தானே விஜய்? சிஎம் சார். സിഎം സാർ ഗൈസ്, അവരുടെ ഹാപ്പിനെസ് ഉണ്ടോ ഗൈസ്? സിഎം ആണ് പുള്ളിക്കാരൻ, സിഎം ആയിട്ട് ഇറങ്ങുന്ന പടമാണ്. സോ ബ്രോ, എങ്ങനെ കുട്ടി சின்ன வயசுல இந்த ஃபேன் தானா? ஆமா, நான் திரைப்படம் பார்த்ததுல இருந்து 6th സ്റ്റാൻഡേർഡിലെ இந்த ഫാൻ. യെസ് ഗൈസ്, സോ ഇത്ര ക്രേസ് ആയിട്ട് ഹൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, ഇതാ സമയം 2:49 സ്റ്റിൽ നോ ടിക്കറ്റ്. ഇവരൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സോ എനിക്ക് എങ്ങനെയും കിട്ടുമെന്ന് വിചാരിക്കാം. സോ ലാസ്റ്റ് എനി വേർഡ്സ്? லாஸ்ட் ஒன்றும் இல்லை, சிஎம் சார் இதுதான் கடைசி படம். ஒன்று லாஸ்ட் டான்ஸ் ஃபுல்ல பார்க்கலான்னு வந்திருக்கோம். ஆனால் வருத்தமாக தான் இருக்கு, இருந்தாலும் സെലിബ്രേഷൻ பண்ணலான்னு ഒരു എല്ലാരും ആ മെന്റാലിറ്റിയിലാ. എല്ലാവർക്കും ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരൻ തമിഴ്നാടിന്റെ ഫ്യൂച്ചർ രക്ഷിക്കാൻ വേണ്ടി പോവല്ലേ. സോ യെസ്, ലാസ്റ്റ് ഡാൻസ്. യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. സോ ഗൈസ്, ഇതുവരെ ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ ഒരു ഹോപ്പ് മാത്രമുണ്ട്. ഒരു ചേട്ടൻ ടിക്കറ്റ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരാമെന്നല്ല, പുള്ളിക്കാരെ ഒപ്പിക്കട്ടെ, നോക്കട്ടെ. സമയം നോക്ക് ഗൈസ്, 2:50 ആയി, 2:57. ഗൈസ്, ടിക്കറ്റ് എങ്ങനെയും കിട്ടിയാൽ മതി ഗൈസ്. ഇതെല്ലാവരും നല്ല ഹൈപ്പോടെയാണ് ഇരിക്കുന്നത്. ഇതാ ചേട്ടന്മാരൊക്കെ ഇതാ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് കാണുന്നു ഗൈസ്. ലാസ്റ്റ് പടം ഗൈസ്, എനിക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഹോപ്പ് ആ ചേട്ടൻ കൊണ്ട് തരുമെന്ന് നോക്കാം ഗൈസ്. തരുമായിരിക്കും, തരുമെന്ന് വിശ്വസിക്കാം. യെസ് ഗൈസ്. ഗൈസ്, ഇതാ
ടിക്കറ്റ് കൊണ്ട് ചേട്ടൻ വന്ന് ഗൈസ് ഇതാ വരുന്നു. യെസ് ഗൈസ് ടിക്കറ്റ് കിട്ടി. താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. ഇതാണ് വിക്കി ചേട്ടൻ. യെസ്, കമ്മിറ്റിയിലെ മെമ്പറാണ് ഗൈസ്. ഗൈസ് യെസ്, ഇതാ ടിക്കറ്റ് കിട്ടി ഗൈസ്. ഓ ഇനി പടം കാണുന്നു. താങ്ക്സ് ചേട്ടാ. സോ യെസ് ഗൈസ്, പടം കഴിഞ്ഞു. പടത്തിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലായിരുന്നു പടം. സോ ഞാൻ പോയത് ഫോർ ദിസ് വൺ മാൻ ഓൺലി. അവസാനം എമോഷണലാക്കി പടത്തിൽ. ലാസ്റ്റ് പുള്ളിക്കാരൻ്റെ പഴയ കുറച്ച് പടങ്ങളിലെ വിഷ്വൽസൊക്കെ വെച്ച് ഒന്ന് എമോഷണലാക്കി. വാട്ട് എവർ, ഞാൻ റിവ്യൂ പറയാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ ഷാസോ കോക്കോ ഒന്നുമല്ല ഞാൻ റിവ്യൂ എന്നൊക്കെ പറയാൻ. ബട്ട് എക്സ്പെക്ട് ചെയ്തൊരു പടമായിരുന്നു, ഫെയർവെൽ പടം. മോർ ദാൻ ദാറ്റ്, ഇറ്റ്സ് എ തളപതി മൂവി. ആൻഡ് താങ്ക്സ് ഫോർ എവറിത്തിങ്. ചൈൽഡ്ഹുഡ്, manhood-ആയി. Still the love for him is still there. Thanks for everything. വേറെ ഒന്നും പറയില്ല. Thank you C. Joseph Vijay CM Vijay Anna. Okay, miss you. Bye.